സാറേ ടിക്കറ്റ് എടുക്കണോ? ഓടിക്കരുന്ന് ടിക്കറ്റ് വെക്കാനേ ഇത് KSRTC ബസ്സല്ല. അതല്ല ഓപ്പറ ടിക്കറ്റ്. അത് ബിവറേജ്. OP ടിക്കറ്റ്. ടിക്കറ്റ് ഒന്നും വേണ്ട. KSRTCയിൽ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. അപ്പൊ ജീവനക്കാരനല്ല? ജീവനക്കാരനാണ്. ഏതെങ്കിലും ഒന്ന് പറയണം. ആദ്യം പറയുന്നത് യാത്ര ചെയ്യുന്നു, ഇപ്പൊ പറയുന്നത് ജീവനക്കാരനാണെന്ന്. സാറേ ഞാൻ ഹോട്ടൽ ജീവനക്കാരനായ ഒരു യാത്രക്കാരനാണ്. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? സാറേ വെളിയിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നൊരു ബോർഡ് കണ്ട് അത് കണ്ടിട്ട് ഞാൻ ഓടിക്കേറിയാണ്. ഓഹോ, സൗജന്യം ഒന്നും കണ്ടാൽ ഇയാൾ ഓടിക്കേറുവോ? പിന്നെ സൗജന്യം എന്നാണ് ഞാൻ ഓടിക്കയറി. ഇന്നാളൊരു ദിവസം ഒരിടത്ത് സൗജന്യ വിളക്കെന്ന് എഴുതി വെച്ചിരുന്നു. ഞാൻ അവിടെ ഓടിക്കേറി. എന്നിട്ട് സൗജന്യ വിളക്ക് കിട്ടിയ? അത് സൗജന്യ വിളക്ക് നല്ലായിരുന്നു. പിന്നെ സൗരോർജ്ജ വിളക്കെന്നായിരുന്നു. അപ്പൊ കാഴ്ചക്കാണ് പ്രശ്നം. കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്നെ ഒന്ന് പരിശോധിക്കണേ സാറേ. അങ്ങനെ നോക്കാനൊന്നും പറ്റൂല. ഇത് KSRTC ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ്. സാറേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ യാത്രക്കാരില്ലെങ്കിൽ KSRTC ഇല്ല. യാത്രക്കാരില്ലാതെയും ഇവിടെ KSRTC ഓടുന്നുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് നോക്ക് സാറേ. വെറുതെ ശല്യപ്പെടുത്താൻ ഒന്ന് പോകുന്നുണ്ടോ? സാറേ മൊത്തത്തിൽ എന്നും നോക്കന്നെ. മൊത്തത്തിലൊന്ന് നോക്ക്. നോക്കി നല്ല ബോഡി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തോ. എന്നെ ഒന്ന് നോക്കണം സാറേ. ഇതൊരു ശല്യമായല്ലോ. ഒന്ന് പരിശോധിക്കും. കണ്ണുറക്കും. കണ്ണടച്ചില്ലല്ലോ. ഇതൊരു മെഡിക്കൽ ഭാഷയാണ്. ആ എന്തിനു വാ തുറന്നത്? അല്ല വാതുറക്ക അടുത്ത് പറയുമല്ലോ. വായടക്കി. പിന്നെ ഇയാൾക്ക് പോഷകാഹാരത്തിന്റെ കുറവാണ്. അയ്യോ, പാലും മുട്ടയും ബീഫും മട്ടനും ചിക്കനും ഒക്കെ കൃത്യസമയത്ത് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോയി കിടക്കാം. അതെന്തിന്? അല്ല അവിടെയാണല്ലോ ഇതുപോലത്തെ പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് കിട്ടുന്നത്. ഞാനൊരു കുറിപ്പ് തരാം. ജയിലിൽ പോയി കിടക്കാനാ? അല്ല, അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കാം. കൊണ്ടുപോക്കോ. എന്തോ സാറേ ഇതിനെ ചിലന്തി വില വരച്ചു വെച്ചിരിക്കുന്നത് എവിടെ? ചിലന്തി വില അല്ല, അതെ ഞാൻ ജലൂസിൽ നിന്ന് എഴുതിയതാണ്. അതിന്റെ വരയാണ്. അതെ അതെ. മറിയില്ല, ജീവനക്കാർ വരുന്നു. ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടല്ലോ. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരു ബസ്സിലാണ് ഡ്യൂട്ടി. അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസവും. ലിവിംഗ് ടുഗദറിനൊക്കെ KSRTC സമ്മതിക്കൂ? അതെ, അതല്ല, ഞങ്ങൾ രണ്ടും ഭാര്യയും ഭർത്താക്കന്മാരും വന്നു. അപ്പൊ മനസമാധാനം ഇല്ലായ്മയാണ് അസുഖം. അതെങ്ങനെ മനസ്സിലായി? അല്ല രണ്ടുപേരും ജോലി സ്ഥലത്തും വീട്ടിലും ഒരുമിച്ചല്ലേ നടക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഇതാണോ ഡോക്ടർ? അല്ല, ഞാനാണ് ഡോക്ടർ. ഒരു കൗണ്ടർ ഇടയ്ക്ക് പറഞ്ഞതാണ്. ഒറിജിനൽ ഡോക്ടർ ഞാനാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഡോക്ടറെ, എനിക്കാണെങ്കിൽ കഴുത്തിന്റെ അവിടെ ഭയങ്കര വേദന. ഭർത്താവിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇടിച്ചാ പോരെ? എന്റെ പൊന്നു ഡോക്ടറെ, ഒരു പ്രാവശ്യം ഇങ്ങേരെന്റെ കഴുത്തിലൊന്ന് മാല ഇട്ടതാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കണത്. അതല്ല പറഞ്ഞത്. ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു ഓയിന്റ്മെന്റ് കഴുത്തിൽ ഇടിച്ചാ പോരെയെന്ന്. എന്റെ പൊന്നു ഡോക്ടറെ, അവസരം മുതലാക്കിയ പോലെ എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലും ആ മനുഷ്യൻ. നിന്റെ രോഗം മാത്രം പറഞ്ഞാൽ മതിയാ? എന്റെ രോഗം പറയട്ടെ. എന്താണ് പറയും? സാറേ, ഞാൻ ഈ ബസ് ഓടിക്കുന്ന സമയത്തെ നിർത്താതെ അങ്ങ് ചുമയാണ്. നിർത്താതെ ചുമയുണ്ടല്ലേ. നമ്മൾ യാത്രക്കാര് കൈകാണിക്കുമ്പോഴേ നിങ്ങൾ ഡ്രൈവർമാര് ബസ് നിർത്താതെ പോകൂലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിർത്താത്ത ചുമ. ഈ അലർജി ഉണ്ടെങ്കിലും നിർത്താതെ ചുമയുണ്ടാവും. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവക്ക് എന്നെ കാണുമ്പോ ഒരു അലർജി ഉണ്ട്. സാറേ സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അലർജി ഉണ്ട്. നമ്മള് യാത്രക്കാര് കൈ കാണിക്കുന്നത് ഡ്രൈവറിന് അലർജി. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ഇവരെടുത്ത് നമ്മൾ കണ്ടക്ടറടുത്തൊന്ന് ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് ഇവരെടുത്ത് ബാലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടർമാർക്ക് അലർജിയോട് അലർജി. കിതപ്പുണ്ടോ? അയ്യോ, കിതപ്പുണ്ടോന്നോ? ഇയാളുടെ ഫോണെങ്ങാണോ ഞാനൊന്നെടുത്ത് പരിശോധിക്കാൻ നോക്കിയാലുണ്ടല്ലോ, അപ്പൊ തുടങ്ങും അങ്ങേർക്ക് കിതപ്പ്. അത്രയല്ലേ ഉള്ളൂ. എന്നെ പോലെ ഒരു അറ്റാക്ക് ഒന്നും വന്നില്ലല്ലോ. അല്ല, ഈ കിതപ്പ് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. പിന്നെ എന്താ കാര്യം എന്നറിയാമോ? ഇവർ ഈ സ്റ്റീറിംഗിന്റെ ബാക്കിൽ ഒരേ ഇരിപ്പല്ലേ ഇരിക്കുന്നത്. അതെ അതെ. വ്യായാമമില്ല ഡോക്ടറെ, ഇല്ല എക്സസൈസ് ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. കിട്ടുന്ന സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഓടണം. ആര് പറഞ്ഞു ഓടില്ലെന്ന്? എന്റെ പൊന്ന് സാറേ, ഒരാഴ്ചയിൽ 2 ദിവസമല്ല 5 ദിവസം ഒരു ഈ ഡ്രൈവർമാർ ഓടുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ബസ് ഓടിക്കുമ്പോഴേ ഏതെങ്കിലും പാവപ്പെട്ടവന്മാരെ കൊണ്ടുപോയി ചുടിക്കും. എന്നിട്ട് നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടൂലേ? അത് കറക്റ്റാ. ആ ഓട്ടോ സാറിന് കാണണം. ആമക്കൻ ഓട്ടോ ഓടുമ്പോഴേ റോഡിലെ ടാറ് വരെ പറഞ്ഞു പോകും. അത് മാത്രം ഇവള് ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഉണ്ടെന്ന്. ഭയങ്കര പെട്ട. അത് കാരണം എനിക്ക് കഥപ്പെന്ന് പറഞ്ഞ അവള് ഭയങ്കര ബഹളമാണ്. അയ്യോ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യണം. ഉപ്പ് മധുര പലഹാരങ്ങൾ പാടെ നിർത്തണം. കൂടിയ വലി പാടില്ല. ഉപ്പ് മധുര പലഹാരങ്ങളെല്ലാം നിർത്തണം. കുടിക്കാനും പറ്റത്തില്ല, വലിക്കാനും പറ്റില്ല. ഇവിടെ പ്ലാസ്റ്റർ ഇരിപ്പുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തിനാ? ഇതൊന്നും കഴിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് വാ അടച്ചങ്ങ് വെച്ചേക്കണം ഇങ്ങനെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആഹാരത്തിന്റെ രീതി 3 നേരം കഴിക്കുന്നത് 2 നേരം ആക്കണം. അത് എങ്ങനെ പറ്റും സാറേ? ഈ 3 നേരം കഴിക്കേണ്ട ആഹാരം 2 നേരം കഴിച്ചാൽ വയറ് വീർത്തിയാ പൊട്ടിപ്പോത്തില്ലേ? മനുഷ്യ,
ആഹാരം കൂട്ടാനല്ല പറഞ്ഞത്, കുറയ്ക്കാനാ പറഞ്ഞത്. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. അല്ലെ എന്താ ഈ കയ്യിലൊക്കെ ഒരു തടിച്ച പാടുകൾ കിടക്കുന്നത്? ഒന്ന് കാണിച്ചേ. ഇതല്ലേ സാറേ? ഒന്ന് കാണിച്ചേ. എന്തെന്നറിഞ്ഞോ ചൊറിഞ്ഞങ്ങ് തടിക്കുവന്നു. ആണല്ലേ, കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്? എന്റെ കയ്യിലും ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ഷുദ്രജീവികളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഉപേക്ഷിക്കണം. ഈ ക്ഷുദ്രജീവിയുടെ കാര്യമല്ല പറഞ്ഞത്, ക്ഷുദ്രജീവികൾ അതുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം. ഡോക്ടറെ, ഈ ഉറക്കത്തിൽ കിടന്നിട്ടേ ഈ മനുഷ്യന് എപ്പോഴും പിച്ചും പേയും പറയും, അതൊരു അസുഖമാണോ? അതൊരു അസുഖമാണ്. പിച്ചുമ്പയും പറയുന്ന ഒരു അസുഖമാണ്. ആണല്ലേ? പിന്നെ എന്താ പിച്ചുമ്പയും പറയുന്നത്? അയ്യോ, അത് പറയാൻ പറ്റത്തില്ല ഡോക്ടറെ. അങ്ങനെ പറയരുത്, പറയണം. കാരണം ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല. പറയൂ, എന്താണ് ശരി പറയുന്നത്? തന്നെ, പക്ഷെ എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏയ്, നിങ്ങൾ പറയണം. പറഞ്ഞാലല്ലേ എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. പറയൂ. പച്ച തെറിയ ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറയണത്. പകലിയാളെ മാതൃക്ക സംഭവിക്കട്ടെ എങ്കിലും വല്ലോ പറയാൻ പറ്റൂ. ആ ദേഷ്യത്തിലാണ് അയാൾ രാത്രി ഉറക്കത്തിൽ കിടന്ന് ചീത്ത വിളിക്കുന്നത്. ഞാനും എന്റെ ഭാര്യ എങ്ങനെയാണ് ഉറക്കത്തിലാണ് ചീത്ത വിളിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, 99% പുരുഷന്മാർക്ക് ഈ അസുഖമുണ്ട്. ആണോ? അപ്പൊ ബാക്കിയുള്ള 1% അത് ഭാര്യയുമായി അകന്ന് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാർ. അപ്പൊ സാറും ഡോക്ടറെ, ഇങ്ങനെ ആണുങ്ങളെ മാത്രം ഇങ്ങനെ പ്രശംസിച്ച് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. എന്റെ ഡോക്ടറെ ഇങ്ങനെ സ്വഭാവം ഡോക്ടർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. എന്ത് സ്വഭാവം? പെമ്പിളരെ കാണുമ്പോഴല്ലോ വല്ലാത്ത ഒരു ഇളക്കവാ. ഓ, എന്താ ഇളക്കോടി? എന്താ ഇളക്കോടി? ഞാൻ പറയാം അടങ്ങിയിരിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ ഡോക്ടർ ബാക്കില് ഇപ്പൊ പെമ്പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ, സഡൻ ബ്രേക്ക് ഇട്ട് ഒരു ഒറ്റ ചവിട്ടാണ്. അപ്പൊ പെമ്പിള്ളേരെല്ലാം ഫ്രണ്ടിൽ വരും. എടി, അത് വെറുതെ ചവിട്ടുന്നതല്ല. ആ ബസിന്റെ ബാക്കി വേറെ ആൾക്കാർക്ക് കയറണ്ടേ? അത് കയറണ്ടേ? അതുകൊണ്ട് ഞാൻ ചവിട്ടുന്ന. എടി, നീ വലിയ കാര്യമൊന്നും എന്നോട് പറയണ്ട. നീ കാണിക്കണ കാര്യമൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത്? ആമ്പിള്ളേര് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റിന്റെ ബാക്കിൽ ഇവിടെ ഫോൺ നമ്പർ എഴുതി കൊടുപ്പാണ് ഇവിടെ ജോലി. നുണയൻ. എന്റെ പൊന്നു ഡോക്ടറെ, അതൊന്നും അല്ല, ഞാൻ ബാലൻസ് എഴുതി കൊടുക്കുന്നതാണ്. നീ കൊറേ ബാലൻസ് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ടടി. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടറിന് അറിയാവോ, ഈ ഡ്രൈവർമാര് വണ്ടി ഓടിക്കുന്ന സമയത്ത് മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കോ, പുറകിലോട്ട് നോക്കി വണ്ടി ഓടിക്കോ? മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കും. ആണല്ലോ, ഈ മനുഷ്യൻ പുറകിലോട്ട് നോക്കിയാ വണ്ടി ഓടിക്കണം. എടി, അതെന്തിനാന്നറിയാവോ? ഈ ബാക്കിൽ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയണോടി. പിന്നെ നിങ്ങൾ എന്നെ നോക്കിയല്ലേ വണ്ടി ഓടിക്കണത്? ഉണ്ടാക്കരുത്. എന്റെ പൊന്നു ഡോക്ടറെ, ഇത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അതോ കുടുംബ കോടതിയാണ്? ആർക്കറിയാം? ഇതിന് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ KSRTCക്ക് പോലും പറ്റൂല. നീ അങ്ങ് ബസ്സിൽ കയറി പാടി. നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഞാൻ മര്യാദക്ക് വണ്ടി ഓടിക്കാൻ നീ സമ്മതിക്കുന്നില്ല. ടിക്കറ്റ് മനസ്സമായിട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ എനിക്കത് കാണണം. നിങ്ങൾ ഇങ്ങോട്ട് പോ. ഈ പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. എന്തോന്ന്? ഇവര് KSRTCയിൽ അപേക്ഷ കൊടുത്തിട്ട് ഡബിൾ ടക്കർ ബസ്സിൽ ഡ്യൂട്ടി വാങ്ങിക്കണം. അപ്പോഴാ അതാവുമ്പോ മനസമാധാനമായിട്ട് ഡ്രൈവർക്ക് താഴെ ഇരുന്ന് വണ്ടി ഓടിക്കാം, ഈ കണ്ടക്ടറിന് മനസമാധാനമായിട്ട് മുകളിൽ നിന്ന് ടിക്കറ്റും കൊടുക്കാം. അത് ഓക്കെ. അതാണ് ഓക്കെ.